അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. നമ്മൾ ചില പൊതുബോധ നിർമ്മിതികളോട് സംവദിക്കുകയാണ്. ചില നമ്മളൊക്കെ മനസ്സിൽ ഉണ്ടായി തീർന്നിട്ടുള്ള പൊതുബോധ നിർമ്മിതികളെ ചോദ്യം ചെയ്യുകയാണ് പ്രൊഫൈസിൻ്റെ ഈ ഒരു സെഷനിൽ. നമ്മളിവിടെ കേട്ടതുപോലെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു സമൂഹത്തിലെ പുതിയ കുട്ടികളോട്, യുവാക്കളോട്, യുവതികളോട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന നിലക്ക് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ സ്വാഭാവികമായും വിവാഹത്തെക്കുറിച്ച് അവർ പങ്കുവെക്കുന്ന അവരുടെ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ വിവാഹം ആലോചിച്ചു തുടങ്ങി വിവാഹത്തിന്റെ അന്നത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിലെ പാർട്ട്ണർ എന്ന നിലക്ക് ജീവിതം മരണം വരെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും കാഴ്ചപ്പാടുകൾ ഇല്ലാത്തൊരു വിവാഹ സങ്കല്പമാണ് പലപ്പോഴും പങ്കുവെക്കപ്പെടാറുള്ളത്. തീർച്ചയായിട്ടും ഈ വിവാഹം മാത്രം ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പുതിയ തലമുറ എങ്ങനെയാണ് ഓരോ വിഷയത്തെയും നോക്കിക്കാണുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു വിവാഹാലോചന വരുന്ന ആലോചിച്ച് നോക്കാം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ചടങ്ങുകളാണ് എല്ലാത്തിൻ്റെ ഒരു മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ളത്. ഓരോ ഇവന്റുകളും, മിഠായി കൊടുക്കൽ അതൊരു ചടങ്ങാണ്. ഇപ്പോൾ മിഠായി കൊടുക്കൽ കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു സേവ് ദ ഡേറ്റ്, അത് വേറൊരു ചടങ്ങാണ്. ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, പുതിയ വാക്കുകളാണ് ഓരോന്നും. അതുപോലെ പോയി മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, അതുപോലെ 90s മാരേജ് തുടങ്ങിയ പുതിയ ടേംസ് ഇറക്കി പുതിയ ഇവന്റുകളാക്കിക്കൊണ്ട് ഓരോന്നിനും അത്യാവശ്യം നല്ല തുകകൾ ഇറക്കിക്കൊണ്ട് അവരുടെ സാഹചര്യം ഒന്നും നോക്കില്ല, പൈസ ഇറക്കിക്കൊണ്ട് അവർക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഇത് ഓരോന്നും മേക്കപ്പ് ഒക്കെ ഇട്ട് റീൽസ് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി നേരത്തെ പറഞ്ഞ വിവാഹത്തിന്റെ പവിത്രതയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. സത്യത്തിൽ ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന വ്യക്തി ചിന്തിക്കേണ്ടത് വിവാഹത്തിൻ്റെ മുമ്പുള്ള ഇവന്റുകളെ കുറിച്ചാണോ, അതല്ല തൻ്റെ ഭർത്താവാകാൻ പോകുന്നയാൾ, തൻ്റെ ഭാര്യയാകാൻ പോകുന്നയാൾ, അയാളുടെ സ്വഭാവം എന്തായിരിക്കും, പുരുഷന്റെ മനഃശാസ്ത്രം എന്താണ്, സ്ത്രീയുടെ മനഃശാസ്ത്രം എന്താണ്, തൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും ആലോചനയില്ല, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. സോഷ്യൽ മീഡിയ വഴി എന്താണോ കാണുന്നത് അതിൽ മാത്രം തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്ന രീതി. എന്നാൽ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യമോ, അതിൽ മിക്കതും ഫേക്കാണ്. 423 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു മ്യൂസീഷ്യൻ അവർ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുന്നത് എന്താണ്, അത് നമുക്കൊന്ന് കേൾക്കണം. Get off social media. That would be my honest advice. Everything you're looking at is 90% fake, and you have no idea what's actually going on. 90% കാര്യങ്ങളും അതിൽ ഫേക്കാണ്. അവർ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പുതിയ തലമുറയിലെ ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് നിങ്ങൾ അത് ഒഴിവാക്കണം എന്നാണ്, നിങ്ങളത് സ്വീകരിക്കരുത് എന്നാണ്. ഞാനത് ഉപയോഗിക്കാറില്ല, എൻ്റെ ചുമതലപ്പെടുത്ത മാനേജർമാരും മറ്റൊക്കെയാണ് അത് ഉപയോഗിക്കാറുള്ളത് എന്ന് അവർ പറയാം. അതുകൊണ്ടുള്ള ദുരന്തം അവർ ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഓരോന്നും എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാന്ന് മാത്രം ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ചും ഇവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള പിന്നെ ദമ്പതികൾ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ, ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കാണുന്ന സെലിബ്രേഷൻസ് എന്തൊക്കെയായിരിക്കും? കുട്ടികളെ സംബന്ധിച്ച് ഇതൊന്നും ചിന്തിക്കാനോ ഇതിന്റെ അജണ്ടകളെ പറ്റി ആലോചിക്കാനുള്ള ഒരു നേരോ അതിനുള്ള കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാവില്ല. അവർ സ്വാഭാവികമായിട്ട് ഒഴുക്കിനൊപ്പം പോകുമായിരിക്കും. അവിടെ സ്കൂളിൽ എത്തുമ്പോൾ ആ കുട്ടി കാണുന്ന DJ സെലിബ്രേഷൻസ് ആവട്ടെ, സ്കൂൾ ഡേ ആവട്ടെ, ആനുവൽ ഡേ ആവട്ടെ, ആർട്സ് ഡേ ആവട്ടെ, സ്പോർട്സ് ഡേ ആവട്ടെ, ഏത് ഇവന്റിലും ഇതുപോലെ തന്നെ സെലിബ്രേഷൻസ് ആണ്. അങ്ങോട്ട് അർമാദിക്കുക, അടിച്ചു പൊളിക്കുക, യാതൊരു അരുതുകളും അതിരുകളും ലിമിറ്റേഷൻസും ബൗണ്ടറീസും ഒന്നുമില്ലാത്ത രൂപത്തിൽ അടിച്ചു പൊളിക്കുക. അതിന് DJ പാർട്ടികൾ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വശം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ DJ പാർട്ടികൾ എടുത്തു നോക്കാം. ഒരു തെറ്റായ സംഗതിയാണെന്ന് ഒരു കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മൾ എല്ലാ സെലിബ്രേഷൻസും വേണ്ട എന്നല്ല പറയുന്നത്, ഒരു സംഗതി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ഓൺ ആയിട്ട് വേറെ തെറ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു DJ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ആദ്യം ഒറ്റയ്ക്ക് തുള്ളുകയാണെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? ബാക്കി പെൺ സുഹൃത്തുക്കളുടെ കൂടെ തുള്ളേണ്ടി വരും. അങ്ങനെ തുള്ളി ഈ തുള്ളലും മതിയാവാതെ അതിന് കൂടുതൽ ഊർജ്ജം കിട്ടാൻ വേണ്ടി ലഹരി ഉപയോഗിക്കും. പല MDMA പോലുള്ള പുതിയ മാരക വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചില പാർട്ടികൾ, ഒരു പക്ഷേ രക്ഷിതാക്കൾ ആ പാർട്ടികളെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. വലിയ ഇവന്റുകൾ നടത്താനുള്ള, DJ പാർട്ടികൾ, കൺസേർട്ടുകൾ നടത്താനുള്ള സ്ഥലമില്ല. കേരളം ഒരു സൗഹൃദമല്ല. എന്തിന്? യാത്ര ചെയ്തു വന്ന് ഇവിടെ ആളുകൾക്ക് ആഘോഷിക്കാൻ മാത്രം സൗഹൃദമല്ല, അതിന് വലിയ ഇവന്റുകൾ നടത്താനുള്ള വലിയ മൈതാനങ്ങൾ വേണം എന്നതാണ് കേരളത്തിന്റെ പ്രശ്നം എന്നാണ് പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ ഇവന്റുകൾക്ക് വരുന്ന ആളുകൾ ശക്തമായ ലഹരികൾ ഉപയോഗിക്കുന്നു.
അത് പിന്നീട് നഗ്ന നൃത്തങ്ങൾക്ക് വഴിമാറുന്നു. ആളുകൾ പാട്ട് പാടുന്നു, മ്യൂസിക് വെക്കുന്നു, അതിനനുസരിച്ച് ആടിപ്പാടുന്ന ഒരു ദുരന്ത കാഴ്ചയിലേക്ക്. വലിയ ടിക്കറ്റ് കൊടുക്കണം അതിന്. ആ ടിക്കറ്റിന് പണം എവിടുന്ന് കിട്ടും? നമ്മുടെയൊക്കെ മക്കൾ അടുത്ത കാലത്ത് അവർ മൊബൈൽ ഫോണിനെ കുറിച്ച് അവർ നോക്കിയിരിക്കുന്നു സംസാരിച്ച നമ്മൾ ഇത്തരം പരിപാടികൾക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് ഇവിടെ നിൽക്കില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ പറയുന്ന തരം ഒന്ന് റീൽ എടുക്കാൻ. ഈ ഇടയ്ക്ക് കാസർഗോഡ് നടന്ന സ്കൂളിൽ അനുഭവം കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. അവിടെ തല്ലുമാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾ കണ്ട് ആവിഷ്കരിച്ച് അനുകരിച്ച് തല്ലുമാലകൾ നടക്കുകയാണ്. കുട്ടികൾ പറയാണ് എന്തിനാ തല്ലുന്നത്? അപ്പുറത്തെ സ്കൂളിനേക്കാൾ ഒരു നല്ല റീൽ ഉണ്ടാക്കി കുറച്ചുകൂടി നല്ല റീച്ച് കിട്ടാൻ, വ്യൂ കിട്ടാൻ. ഈ ചിന്ത അവർക്കുള്ളൂ. ഇങ്ങനെ റീൽസിനും ഷോർട്സിനും ഒക്കെ വേണ്ടി റീൽ ഉണ്ടാക്കുന്ന, അത്തരം റീലുകൾ ഉണ്ടാക്കി സെലിബ്രിറ്റികളായി മാറിയ ആളുകളുടെ അവസ്ഥ നേരത്തെ ഒരാളുടെ ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ നമ്മുടെ മക്കളെ സ്വാധീനിച്ച മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ തൊപ്പി എന്ന പേരിൽ ഒരു കുട്ടി ഭയങ്കര വൈറലായിരുന്നു. വയൽ മുഴുവൻ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന, തെറികൾ വിളിച്ചു പറയുന്ന ഒരു കുട്ടി. ആ കുട്ടി ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്തിരുന്നു, അവൻ ഇതിൽ നിന്നൊക്കെ മാറുകയാണ് എന്ന് പറഞ്ഞ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ട്രൈ ചെയ്യാത്ത വഴികളില്ല. നിങ്ങളെ മുന്നിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ മൈൻഡ് പറഞ്ഞ് ഓക്കെ ആക്കി ഹാപ്പി ആയിട്ടാണ് ഓരോ തവണയും ഞാൻ ലൈവ് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനാണ് ശരിക്കും ഹാപ്പി ആയിട്ടല്ല. ഞാൻ ഓരോ തവണയും എങ്ങനെയല്ലോ എന്റെ മൈൻഡിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു മറവ് പിടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. യെസ്, ഈ പറഞ്ഞു വെച്ചത് താൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തിരിഞ്ഞു മടങ്ങുകയാണെന്നാണ് പറയുന്നത്. താൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആരെല്ലാമോ കാണിക്കാൻ വേണ്ടി, സ്വന്തമായി സന്തോഷമുണ്ട് എന്നിങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി അഭിനയിക്കുകയായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ മറ്റൊരു വശം. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിലെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആയ ഫോളോവേഴ്സ് ഉള്ള ആളുകളുടെ അവസ്ഥ. അവർ എക്സിബിറ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതമല്ല, അവർ പുറത്തൊന്ന് കാണിക്കുന്നു, വേറൊന്ന് ജീവിക്കുന്നു. എന്നിട്ട് ഇത് കണ്ട് അനുകരിക്കുന്ന നമ്മളും അതുപോലെ തന്നെ നമുക്കുള്ള സന്തോഷം നമ്മൾ ചോദിക്കുകയാണ് ഈ കുട്ടികളോടൊക്കെ എന്തിനാണ് ഈ ആഘോഷം, എന്തിനാണ് ഇത്രയും പരിപാടികൾ എന്ന് ചോദിച്ചാൽ മറുപടി എന്താ? ഇതൊക്കെയല്ലേ സന്തോഷം. സന്തോഷമല്ല, സത്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്, നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. നമ്മൾക്കില്ലാത്ത പണം എടുത്ത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സന്തോഷമല്ല. നമുക്ക് ഒരിക്കലും കംഫർട്ട് അല്ലാത്തൊരു ഡ്രസ്സും മേക്കപ്പും ചെയ്ത് നമ്മൾ ഒരുങ്ങുന്നത് നമ്മുടെ സന്തോഷത്തിനല്ല, മറിച്ച് സന്തോഷം ഇതൊക്കെയാണ് എന്ന് ഇവർ കാണിച്ചു തന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ നമ്മൾ പിന്തുടരുന്നു, അനുധാവനം ചെയ്യുന്നു. അതുണ്ടാക്കി വെക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. തീർച്ചയായിട്ടും പലപ്പോഴും ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാനുള്ളത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് യൂറോപ്പിലേക്കാണ്. അവിടെ എന്താണോ പുതിയ ട്രെൻഡ് അത് അതുപോലെ തന്നെ ആവിഷ്കരിച്ച് യൂറോപ്പ് നോക്കികളായി മാറുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും. എന്തുണ്ടെങ്കിലും യൂറോപ്പിൽ എന്തുണ്ടോ അത് നമ്മുടെ നാട്ടിലും വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൾച്ചറിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു ഉദാഹരണമാണ്. കോവിഡിന്റെ സമയത്ത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ 20 മുതൽ 30% വരെ ഇടിവ് നടന്നു എന്ന പഠനങ്ങൾ പറയുന്നത്. 20-30% ഇടിവ് സംഭവിച്ചു എന്ന്. കാരണം എന്തായിരുന്നു? മാസ്ക് ധരിച്ചിരുന്നു, കോസ്മെറ്റിക്സിന്റെ എല്ലാ മൂല്യങ്ങളും കുറഞ്ഞു. ഇത്തരത്തിൽ എല്ലാം അവിടെ നിന്ന് ഒപ്പിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇനി യൂറോപ്പിന്റെ അവസ്ഥ എന്താണ്? യൂറോപ്പ് തിരിഞ്ഞു മടങ്ങുകയാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ. യൂറോപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളെ കുട്ടികൾ യൂറോപ്പ് നോക്കികളായി അല്ലെങ്കിൽ യൂറോപ്പ് സെൻട്രിക് ആയതിന്റെ കാരണത്താൽ മാത്രം അവർക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയ ഒരുപാട് റീലുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഒരു റീൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ഹോളിവുഡ് ഒരു ബോളിവുഡ് നടി അവർ വന്ന് പറയാണ്, നമുക്ക് കേൾക്കാം, ആ ഒരു വാക്കാദ്യം ഒന്ന് കേൾക്കാം. Women should be financially independent. It doesn't matter who your father is, doesn't matter who your husband is going to be, it doesn't matter who your brother is, it doesn't matter who the man in your life is. You need to be responsible for your finances and be financially independent. അതെ, അപ്പൊ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ സ്വപ്നം ഉണ്ടാകേണ്ടത് എന്താണ്? അവരുടെ ജീവിതത്തിൽ എല്ലാ കാഴ്ചപ്പാടിനേക്കാളും വലുതായി ഉണ്ടാകേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അത് നിങ്ങളെ ഉപ്പക്ക് എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാലും, നിങ്ങളെ ഭർത്താവോ നിങ്ങളുടെ ബ്രദറോ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായി ഉണ്ടാകേണ്ടത് എന്ന് അവർ പറഞ്ഞു. അത് നമ്മുടെ കുട്ടികൾ ഒരുപാട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്തു. എന്നാൽ എന്താണ് ഇപ്പൊ ഇന്ന് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി? യൂട്ടൺ അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ, ഇപ്പോഴാണെങ്കിൽ ഈ ലോകത്തെ നോക്കിക്കൊണ്ട് അവരത് പറയില്ല. കുറച്ചു കാലം മുമ്പത്തെ വീഡിയോ ആണ്. ലോകം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ഇപ്പോൾ അതാണ്. നമ്മുടെ നാട്ടിലെ കുറെ പെൺകുട്ടികൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജോലി ആവണം, അതിനുശേഷം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഒക്കെ പറയും. പക്ഷെ അവർ യൂറോപ്പിലേക്ക് യഥാർത്ഥത്തിൽ അവർ നോക്കുന്നില്ല. അവിടുന്ന് യൂട്ടേൺ അടിച്ചു. ട്രാഡ് വൈഫാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇപ്പൊ പറയണത്. ഞാൻ വീട്ടിൽ കുട്ടികളെ നോക്കി എൻ്റെ ഭർത്താവിനനുസരിച്ച് അങ്ങനെ ജീവിച്ചോളാം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെയും ചില നടികൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാണാം നമുക്കത്. എനിക്ക് ഒരു വലിയൊരു ഡിസയർ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ വൈറലാകാനും വലിയ മോഡലാകാനും സെലിബ്രിറ്റി ആകാനും അതല്ല എന്റെ മെയിൻ ഡിസയർ. മെയിൻ ഡിസയർ ഈസ് ടു ബി എ മദർ. ലൈക്ക് എനിക്ക് പിള്ളേരെ വേണം, പിള്ളേരെ നോക്കണം, ഫാമിലിനെ നോക്കണം.
ഐ എം ഓക്കെ ടു ബി എ ഹൗസ് വൈഫ്. സത്യമായിട്ട് ലൈക്ക് ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നെ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാ ടു ബി എ മദർ ആൻഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ടു ബി ലൈക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഹൗസ് വൈഫ് ആയിട്ട് നിൽക്കാൻ അതാണ് എന്റെ സത്യം പറഞ്ഞ എന്റെ മെയിൻ ഡിസയർ. ഞാൻ ഓടി പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട, ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ്. എനിക്കിപ്പോ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഹസ്ബൻഡ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം അവരെടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ജീവിതം. യെസ്, അതായത് മുമ്പ് യൂറോപ്പിന് അനുകരിച്ച് പോയിരുന്ന, യൂറോപ്പിൽ എന്തുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ, ഫെമിനിസത്തിന്റെ വക്താക്കളായിരുന്ന ആളുകൾ ഇപ്പോൾ തിരിഞ്ഞു നടന്ന് ട്രഡീഷണൽ ലൈഫ്, പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലുള്ള ശീലങ്ങളിലേക്ക് ഒരു നല്ല ഭാര്യയായി മാറണം എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് മാറി എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള യൂട്ടേണുകൾ അതൊരിക്കലും ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പുരുഷനെ പോലെ എല്ലാ നിലയ്ക്കും ശാരീരികമായിട്ടും പുരുഷന്റെ എല്ലാ കഴിവുകളും ഒക്കെ വേണമെന്ന് പറയുന്ന ഫെമിനിസത്തിൽ നിന്ന് തിരിച്ചു വന്നതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും ഇതുപോലെ യൂറോപ്പ് യൂട്ടേൺ അടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ജനസംഖ്യ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ജനസംഖ്യാപരമായ ചർച്ചകൾ. പണ്ടൊക്കെ എന്താ പറഞ്ഞിരുന്നത്? ഫാമിലി അത് ഇനി ചുരുതാക്കണം, പിന്നെ ചുരുക്കണം, കുടുംബാസൂത്രണ പദ്ധതികൾ ഒന്നുകൂടി വിപുലീകരിക്കാനുണ്ട്, ഫാമിലി പ്ലാനിങ് കുറച്ചുകൂടി നന്നായി നടത്താനുണ്ട് എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇന്ന് പല രാജ്യങ്ങളും, പേരെടുത്ത് പറയുകയാണെങ്കിൽ റഷ്യ, US, ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തിരിഞ്ഞു മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ഒരു ഉദാഹരണം രസകരമായി നമുക്ക് കാണാൻ കഴിയും. റഷ്യയിൽ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് റഷ്യയിൽ സെക്സ് മിനിസ്ട്രി തുടങ്ങുന്നത്. സെക്സിന് വേണ്ടി ഒരു മന്ത്രാലയം തന്നെ റഷ്യൻ പാർലമെന്റ് ആവിഷ്കരിക്കുകയാണ്. അവർ പറയുന്ന ചില പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ഒന്ന്, എത്ര തിരക്കുണ്ടെങ്കിലും സെക്സിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ജോലിക്കിടയിൽ ഒന്ന് വൈകുന്നേരങ്ങളിലോ ഉച്ചക്കോ ഒന്ന് പോയി റിലാക്സ് ചെയ്ത് സെക്സിൽ ഏർപ്പെട്ട് വരണം. എന്തിനാണ്? ബർത്ത് റേറ്റ് കൂട്ടാൻ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാം. ജനനനിരക്ക് വർദ്ധിക്കാൻ വേണ്ടി സെക്സ് ചെയ്യണമെന്ന് കൽപ്പിക്കുന്ന മന്ത്രാലയങ്ങൾ. അതുപോലെ പറഞ്ഞ കാര്യം, രാത്രി 10 മുതൽ 2 മണി വരെ നിങ്ങൾ ഇന്റർനെറ്റ് ഓഫാക്കി വെക്കണം. ആ സമയം നിങ്ങൾക്ക് ഭാര്യയുമായി ബന്ധപ്പെടേണ്ട സമയമാണ് എന്ന് പറയുന്ന നിലയ്ക്ക് രാജ്യത്തിന്റെ മിനിസ്ട്രി വരെ മാറിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, വിവാഹ ദിനത്തിൽ നിങ്ങൾക്ക് ഹോട്ടലിൽ ചെലവഴിക്കാൻ സാമ്പത്തികമായ സഹായം വരെ മന്ത്രാലയം നേരിട്ട് ചെയ്യുമെന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു രാജ്യം മാറിയിട്ടുണ്ട്. ആലോചിച്ചോക്കണം, എവിടെയായിരുന്നു മുമ്പ് പറഞ്ഞിരുന്ന അത്തരം തിയറികൾ ഉണ്ടായിരുന്നത്? ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അത് ഏത് കാലത്തും സാർവകാലികമാണ്, മധുരമുള്ളതാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാക്. വിഭവങ്ങൾ കുറഞ്ഞു പോകുന്നതാണ് പേടി. അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ കുറച്ചു മതി, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള വിഭവം ഉണ്ടാവില്ല. റബ്ബ് പറഞ്ഞ എന്താ? നിങ്ങളെ കുട്ടികളെ കൊല്ലണ്ടട്ടോ, ദാരിദ്ര്യം ഭയന്ന് നിങ്ങളെ കുട്ടികളെ കൊല്ലണ്ട. കുട്ടികൾ കൂടുതൽ ഉണ്ടായാൽ പ്രയാസാണെന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ല. തന്റെ സഹാബിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണത് എന്താണ്? പടച്ചോനെ, ഓനക്ക് സമ്പത്തും കുറെ കൊടുക്കണേ, കുറെ സന്താനങ്ങളെയും കൊടുക്കണേ. ഇസ്ലാം പറയണത് കുറെ സന്താനങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന്. നോക്കൂ, കുട്ടികൾ കൂടുതൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, വർക്കിംഗ് പീപ്പിൾ കൂടുതൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്പെൻഡിങ് പീപ്പിളാണ് കൂടുതൽ ഉണ്ടാവുക. പ്രായമായ കുറെ ആളുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന പല ആളുകളും അവർ ജോലി ചെയ്യുന്നത് പ്രായമായ ആളുകളെ പരിചരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അവരെ കൊണ്ട് പ്രൊഡക്റ്റീവായ എക്കണോമിക്കിന് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. യുവതലമുറയിലെ ആളുകൾ കൂടുതൽ ഉണ്ടാവണം, കുട്ടികൾ കൂടുതൽ. അതിപ്പം മനസ്സിലായി. അപ്പൊ ചൈന കരഞ്ഞു, കൊറിയന്റെ ഭരണാധികാരി കരഞ്ഞു, സ്ത്രീകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എല്ലാവരും കുറെ കുട്ടികൾ ഉണ്ടായിക്കോട്ടോ. നമ്മുടെ റസൂൽ കുറെ കാലം മുമ്പ് പറഞ്ഞത്. ഇവിടെ പുതിയ തലമുറ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമെങ്കിലും മുസ്ലിം സമുദായത്തിനുള്ളിലുള്ള പുതിയ കുട്ടികൾ ഇപ്പോൾ എവിടെയാണ് അവരൊരു കാഴ്ചപ്പാട് നമുക്കൊന്ന് കണ്ടറിയാം. നമുക്ക് നമ്മള് എന്തുകൊണ്ട് കുറച്ചുകൂടി രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മാരേജ് ആകുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാനല്ലോ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാലോ. ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും, ഫ്രീ മൈൻഡ് ആയിരിക്കും. മാരേജിനെ പോണെങ്കിൽ മാരേജ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു പിടിച്ചു കെട്ടൽ പോണൊക്കെ ഉണ്ടാവും. ഇല്ല, വീട്ടിൽ സമ്മതിക്കില്ല. ബോത്ത് ഫൈൻ, അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. വ്യഭിചാരത്തെ ന്യായീകരിക്കാണ് ഒരു മുസ്ലിമിന് കഴിയും. അവിഹിതം നല്ലതാന്ന് പറയാൻ ഒരു തട്ടട്ട മുസ്ലിമിന് കഴിയും. തോന്നിയാസല്ലേ പറയണത്? എങ്ങനെയാണ് ഇസ്ലാമിൽ വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗികത ആസ്വദിക്കാൻ ഒരാൾക്ക് അനുവാദമുള്ളൂ? ലിവിങ് ടുഗദർ നല്ലതാണെന്നാ പറയണത്. എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് പറയാൻ കഴിയണം? ഇവിടെ ഈ പറയപ്പെട്ട കുട്ടികൾ പറയുന്ന വാദങ്ങൾക്ക് പിന്നിൽ അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
ഇത് കുട്ടികളിലേക്ക് എത്താനുള്ള കാരണത്തെ പറ്റി നമ്മൾ തിരിച്ചറിയേണ്ടത് ചില കാര്യങ്ങൾ. ഒന്ന്, കുട്ടികളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാന വിഷയം ഇത്തരം ആശയങ്ങൾ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ലിബറലിസം എന്ന് പറയുന്നത്? മതത്തിന്റെയും ഇവിടെയുള്ള പാരമ്പര്യമായ, പരമ്പരാഗതമായ, ധാർമ്മികമായ, സദാചാരമായ മൂല്യങ്ങളെല്ലാം പൊട്ടിച്ചെറിയണം. എന്നിട്ട് ആ സ്പേസിലേക്ക് പുതിയ ചില സ്വാതന്ത്ര്യത്തിന്റെ മേൽപ്പൊടി ഇട്ടുകൊണ്ട്, പുരോഗമനത്തിന്റെ ഒരു പൊടിക്കൈകളൊക്കെ ഇട്ടുകൊണ്ട് അവർ ആവിഷ്കരിക്കുന്ന കാര്യങ്ങളെ അതിലേക്ക് ഉൾച്ചേർക്കുക എന്നൊരു സിദ്ധാന്തം കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. ഇത് പലപ്പോഴും പല ഒരു സ്റ്റേജസ് ഓഫ് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് ഒരു കുട്ടി ഹിജാബ് മാറ്റണമെങ്കിൽ, തട്ടമിടുന്ന കുട്ടി ഇസ്ലാമിലെ എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇസ്ലാമിൽ നിന്ന് മാറിപ്പോണെങ്കിൽ ഒരു റൂട്ട് ഉണ്ട് അതിന്. ഒന്നാമതായിക്കൊണ്ട് ഇത്തരം ആളുകൾ ഇസ്ലാം അല്ലാത്ത, മതമില്ലാത്ത ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ശേഷം മതത്തിന്റെ നിയമങ്ങളെല്ലാം നേർപ്പിച്ചുകൊണ്ട് ഡൈലൂട്ട് ആക്കിക്കൊണ്ടിരിക്കും. ശേഷം ഇത്തരം തിന്മകളെല്ലാം സൈദ്ധാന്തികവൽക്കരിച്ചുകൊണ്ടിരിക്കും. നാലാമതായിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് ആ സ്പേസിലേക്ക് ഇവർ ഉദ്ദേശിക്കുന്ന അജണ്ടകളെ ബദലായിക്കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഹിജാബ് മാത്രം എടുക്കാം. നമ്മുടെ ഒരു പെൺകുട്ടി, നമ്മുടെ മകൾ, ആ കുട്ടി ഏറ്റവും നന്നായി ഹിജാബ് ധരിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടി ഹിജാബ് അഴിച്ചു മാറ്റുന്നത് ആദ്യമായി ഈ പറഞ്ഞതുപോലെ ഒന്നാമത് മതമല്ലാത്തൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്, ഒരു ലിബറൽ സ്പേസ് അവിടെ ഉണ്ട് എന്ന് അറിയുന്നതിലൂടെ ആയിരിക്കും. രണ്ടാമതായിക്കൊണ്ട് മതത്തിന്റെ മൂല്യങ്ങൾ, അതിപ്പോൾ എല്ലാവരും ഒന്നും ചെയ്യാറില്ലല്ലോ, എൻ്റെ കൂടെ എല്ലാ കുട്ടികളും ഹിജാബ് ധരിക്കാറില്ല എന്നതുകൊണ്ട് ഹിജാബ് മാറ്റാൻ ഒരു പ്രേരണയാവും. മൂന്നാമതായിക്കൊണ്ട് ഹിജാബ് ഇട്ടു എന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഭയങ്കര കംഫർട്ട് ഇല്ലാത്തൊരു വസ്ത്രമാണ്. പിന്നെ ഹിജാബ് ധരിക്കുന്ന ആളുകൾക്കൊക്കെ വൈറ്റമിൻ ഡി കുറയും, ഇങ്ങനെയുള്ള പല ന്യായീകരണങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെ തുടങ്ങി അതിൽ നിന്ന് മാറ്റാനുള്ള പല സിദ്ധാന്തങ്ങൾ പറയും. നാലാമതായിക്കൊണ്ട് ആ സ്പേസിലേക്ക് ഇതിന് പകരം ബിക്കിനി ഇട്ടാൽ മതി, നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടാൽ മതി എന്ന രൂപത്തിലേക്ക് വരെ ഇവർ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ചില ചിത്രങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ. ഇനി ഇത് കുട്ടികൾക്ക് മാത്രമാണോ ബാധിക്കാന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പൊ നോക്കൂ, നമ്മളൊക്കെ ജീവിതത്തിലേക്ക്, പ്രൊഫഷണലുകളാണല്ലോ ഈ സദസ്സിലുള്ളത്, നമ്മളൊക്കെ ജീവിതത്തിലേക്കും ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്നത് കടന്നു വരുന്നത് ഈ മെത്തേഡിലൂടെ തന്നെയാണ്. മതം ഒഴിവാക്കാനല്ല അവർ പറയുക, മതത്തിന്റെ ചിഹ്നങ്ങൾ അനുസരിക്കുന്നിടത്ത്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് കുറച്ചിൽ തോന്നിക്കുക, അല്ലെങ്കിൽ അത് തീവ്രതയാണ് എന്ന് നമ്മളോട് പറയുക, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലോകത്തേക്ക് വരിക എന്ന് നമ്മളെ ക്ഷണിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പതുക്കെ ലിബറലിസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം, നമ്മൾ നിസ്കരിക്കുന്നു, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു, എന്തുകൊണ്ട് നിസ്കരിക്കുന്നു? അള്ളാഹു പറഞ്ഞതുകൊണ്ട് നിസ്കരിക്കുന്നു. ഇനി എങ്ങനെ നിസ്കരിക്കുന്നു? അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കുന്നു. ഇനി എല്ലാ നമ്മൾ എന്തുകൊണ്ട് നോമ്പ് നോക്കുന്നു? അള്ളാഹു പറഞ്ഞതുകൊണ്ട് നോമ്പ് നോക്കുന്നു. എങ്ങനെ നോമ്പ് നോക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നോമ്പ് നോക്കും. ഇനി ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വസ്ത്രം ധരിക്കുന്നു. എന്തുകൊണ്ട് വസ്ത്രം ധരിക്കുന്നു? അള്ളാഹു പറഞ്ഞതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നു. എങ്ങനെ ധരിക്കണം? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ധരിക്കണം. ഇങ്ങനെ എല്ലാ മേഖലയിലും മതം പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ അടുത്തൊരു വളരെ രസകരമായ ഒരു ചിന്തിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കണ്ടു. പുറത്തെ ഇംഗ്ലീഷ് രാജ്യത്തെ ഒരു പണ്ഡിതനോട് ഒരു സാധാരണക്കാരനായ മുസ്ലിം വന്ന് ചോദിക്കുകയാണ്, ഇസ്ലാമിലെ ഒരു ആരാധനയെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ കൊണ്ട് പാർക്കിലേക്ക് പോയി. അപ്പൊ ചോദ്യകർത്താവ് ആകാംക്ഷയോടുകൂടെ പറഞ്ഞു, ഇതല്ല, ഇസ്ലാമിലെ ആരാധനയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ രണ്ടാമത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ട്, ആ ഉമ്മയുടെ അരികിൽ ഞാൻ എൻ്റെ ക്വാളിറ്റി ടൈം കൊടുക്കും, വരുമ്പോൾ ഒരു മുത്തൊക്കെ കൊടുത്തിട്ടാണ് വരിക. അപ്പോൾ പറഞ്ഞു, ഇതല്ല, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്നതല്ലേ, ആരാധനയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ മൂന്നാമത് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ അതെൻ്റെ അയൽവാസികൾക്കൊക്കെ ഷെയർ ചെയ്യും. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇത് ഇസ്ലാമിൽ ആരാധനയാണ്. അങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഉറക്കം ഉണർന്നത് മുതൽ തിരിച്ചുറങ്ങുന്നത് വരെ എങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായം നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു മുസ്ലിം പ്രൊഫഷണൽ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രൊഫഷണലുകളായ ആളുകൾ ഇതുപോലെ ലിബറലിസത്തോട് രാജിയാവുന്ന മറ്റൊരു ഏരിയയാണ്, ഞാനിപ്പോൾ ഇസ്ലാം പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ പറ്റി എന്താ പോലും വിചാരിക്കുക? ഞാനിപ്പോൾ ഒരു ലിബറൽ സ്പേസിൽ നിന്ന് തന്നെ മാറ്റിയിടപ്പെടുകയില്ലേ? എന്നെ പറ്റി വളരെ മോശമായി പ്രാകൃതനായിക്കൊണ്ട് ഈ ഒരു കാലത്തും താടിയൊക്കെ വെച്ച് നടന്നാൽ വളരെ മോശമായ ഒരു ഡോക്ടർ എന്നല്ലേ ചിത്രീകരിക്കുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ദീനിനെ എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ കോംപ്രമൈസ് ചെയ്ത് ബാക്കിയുള്ള മുന്നിൽ നിൽക്കുക എന്നൊരു ചിന്താഗതി ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, മതപരമായ കൽപ്പനകൾ എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ പ്രൊഫഷൻ അകത്തേക്ക് കയറ്റാൻ ഇവിടെ എങ്ങനെയൊക്കെ ഇൻകൾ ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമസ്കാരം, ഒരു ഡോക്ടർ OP നോക്കുന്നിടയ്ക്ക് OP പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് നമസ്കരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ ഒരു തടസ്സമില്ല. ആ രോഗികൾ സന്തോഷമായാലും ഉണ്ടാവുള്ളൂ. ഇത് തിരിച്ചറിയാതെ അവരിപ്പോൾ എന്ത് വിചാരിക്കും? ഞാൻ ഇപ്പോൾ നമസ്കരിക്കാനേ പോയാൽ എന്നെ തീവ്രവാദിയായിട്ട് കാണുമോ എന്ന് ആലോചിക്കുന്ന അവസ്ഥ നമ്മൾ മാറണം. നമ്മുടെ നമസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, ഇതെല്ലാം സമയത്തിനനുസരിച്ച് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ, നമ്മുടെ ഡ്രസ്സ് ആവട്ടെ, നമ്മുടെ കൾച്ചർ, പലപ്പോഴും നമ്മുടെ സംസാരം പോലും അത്രയധികം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ സംസാരിക്കുന്ന പോലെയല്ല ഒരു ലേമാൻ സംസാരിക്കുന്നത്. അത് ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമിനെ എവിടെയെല്ലാം പ്രതിനിധാനം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം എന്നുള്ളതാണ്.
പലപ്പോഴും ഇതിന് കുറച്ചൊരു ത്യാഗം വേണം. നമ്മൾ തിരിച്ചറിയേണ്ടത് ദീൻ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് കുറച്ചൊരു ത്യാഗമുള്ള കാര്യം തന്നെയാണ്. സ്വഹാബിമാരൊക്കെ അതിന് വലിയ ഉദാഹരണമാണ്. ഇസ്ലാമിനെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ അത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്ത മാതൃകകളാണ് നമ്മൾ മുൻഗാമികൾ കാണാൻ കഴിയുക. സ്വർഗം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അവരൊക്കെ ചെയ്തിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം വരാനില്ല, ഒരു ബദറോ ഉഹുദോ ഹന്തോ നമുക്ക് വരാനില്ല. മറിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ജിഹാദ് എന്നത് നമ്മുടെ കണ്ണുകളെ താഴ്ത്തുക എന്നതായിരിക്കും. കൂടെ ഒരു സ്ത്രീ, ഒരു അന്യ സ്ത്രീയായ ഒരു സ്ത്രീയൊപ്പം വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കുക എന്നതായിരിക്കും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ജിഹാദ്. അത്തരത്തിൽ സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ ഇസ്ലാമികമാക്കാം എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ പൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും, അതിലാർക്കും സംശയമല്ല. പക്ഷെ ആ സ്വർഗം കിട്ടുമ്പോൾ എനിക്ക് ഭൗതികമായി എന്തൊക്കെയോ വലിയ നഷ്ടങ്ങൾ, എൻ്റെ ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ്. അഥവാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കുറേ വിലക്കുകളാണ്. അല്ല, ഇസ്ലാമിൽ വിലക്കുകളല്ല കൂടുതൽ, ഇസ്ലാമിൽ അനുവദനീയങ്ങളാണ് കൂടുതൽ. അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ അള്ളാഹു ക്ലിപ്തപ്പെടുത്തി എണ്ണി കറക്റ്റാക്കി പറഞ്ഞു തന്നു. ബാക്കി എണ്ണി പറഞ്ഞുതരാത്ത കാര്യങ്ങളൊക്കെയോ അത് ഫുള്ള് ഹലാലാണ്. ഹലാലുകളാണ് ഇസ്ലാമിൽ കൂടുതൽ. പക്ഷെ പിശാചി എപ്പോഴും നിനക്ക് കുറെ ഹറാമുകളുണ്ട്, നിനക്ക് കുറെ വിലക്കുകളുണ്ട്, അതിലാണ് നമ്മുടെ മനസ്സിനെ കെട്ടിയിടുക. അങ്ങനെ നമ്മളെ ദീനിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ് ഇബ്ലീസ് നടത്തുക. നമ്മളിങ്ങനെ ദീനിനെ നേർപ്പിച്ച് അങ്ങനെ പോയാൽ പിന്നെ എന്തൊക്കെ പറയേണ്ടി വരും എന്നറിയോ? ഇപ്പോ ദീനിനെ നേർപ്പിച്ച് പറഞ്ഞ ആളുകൾ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പലിശ ഹലാലാണ്, അത് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തി. അമ്പലത്തിൽ കയറി ആരാധന നടത്താമെന്ന് പറയുന്നു. മാത്രല്ല സർവമത സത്യവാദം പോലും വാദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ദീനിനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്തു പോയാൽ പിന്നെ ദീൻ ഒഴിവാക്കുക. അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്തിപ്പെടുന്നത് എവിടെയാണെന്ന് പറയാൻ പറ്റൂല. ഇവിടെ നമ്മൾ വളരെ രസകരം, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യാവസ്ഥയിലേക്ക് നമ്മൾ വരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നതാണ് ഈ സോകോൾഡ് പുരോഗമനവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അവരെന്ത് വിഷയങ്ങൾ വന്നാലും അത് പഠിച്ച് പറഞ്ഞ് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടജോലി എന്ന് പറയുന്നത്. അതാണ്. അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഴഞ്ചനാണ് എന്ന് പറഞ്ഞ, ഇസ്ലാമിന്റെ മാനവിക മൂല്യങ്ങൾ ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറഞ്ഞ പുരോഗമനവാദികൾ ഇപ്പോൾ പുരോഗമിച്ച് എത്തിയത് എവിടെയാണ് എന്ന് ആത്മഹത്യയെ കുറിച്ച് ഒരു വലിയ പുരോഗമനവാദി പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് കാണാം. അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ് ആത്മഹത്യ. പിന്നെ ഈ വ്യക്തിയെ നമുക്കൊക്കെ അറിയാം. ഇദ്ദേഹം പറഞ്ഞു എത്തുന്ന ഭാഗം എന്താന്ന് വെച്ചാൽ, പിന്നെ ഇന്ന് ലഭ്യമാകുന്ന കണക്കുകളൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം രാജ്യത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ അവരവരുടെ ആത്മഹത്യാ നിരക്കിൽ വളരെ കുറവാണ് എന്ന സത്യത്തെ നമ്മൾ മുന്നോട്ട് വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഡാറ്റ സമർപ്പിക്കുമ്പോൾ പറയാണ് ആത്മഹത്യ ചെയ്യുന്നതാണ് പുരോഗമന സമൂഹത്തിന്റെ അടയാളം. ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് മൃഗങ്ങളെ പോലെയാണ്, മൃഗങ്ങളാണ് ആത്മഹത്യ ചെയ്യാത്തത് എന്നാണ്. പുരോഗമിച്ച് ഇപ്പൊ അവിടെയാണ് അവരുള്ളത്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റി അത് പുറത്തു വന്നപ്പോ മതം അടിസ്ഥാനമാക്കിയ രാജ്യങ്ങളല്ല ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ വന്നത്. അപ്പോ മതത്തിന്റെ ആളുകളല്ലല്ലോ കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ മറുപടി പറഞ്ഞു. അപ്പൊ നമ്മൾ അവരോട് തിരിച്ചു പറഞ്ഞു, അല്ല, നിങ്ങളുടെ അടുത്ത് സന്തോഷം മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് ആത്മഹത്യയും കൂടുതലുണ്ട്. ആത്മഹത്യ കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്ത് സന്തോഷാണോ എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം മുട്ടി. അപ്പൊ ഇസ്ലാം വിമർശനം മാത്രം പതിവ് രീതിയാക്കി അവരെ സംബന്ധിച്ചിടത്തോളം അതിനെന്തെങ്കിലും ഒരു മറുപടി പറയണം. അതിനുള്ള മറുപടി എന്താ ഉത്തരം? അത് ആത്മഹത്യയും പുരോഗമനത്തിന്റെ അടയാളാണ്. നിങ്ങളൊന്നും പുരോഗമിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്. മറുപടിക്ക് വേണ്ടി ഒരു മറുപടി. ആത്മഹത്യയെ പുരോഗമനമായിട്ട് കാണുന്ന ഒരു സമൂഹം ആലോചിച്ച് നോക്കണം, എത്രത്തോളം ഗൗരവകരമായ ഒരു അവസ്ഥ. നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെ നമ്മൾ പ്രൊഫൈസിൽ തന്നെ ഒരു സെഷനിൽ പറഞ്ഞു, ഇവിടെ കണ്ണൂരിലെ ADM-ന്റെ ആത്മഹത്യ എത്ര വേദനയോടെ നമ്മളതൊക്കെ കണ്ടത്. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കടക്കണിയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകർ, ഇതൊക്കെ നമ്മൾ വളരെ വേദനയോടെ കാണുന്ന, അതിനെതിരെ ബുദ്ധിയും ചിന്തയൊക്കെയുള്ള സമൂഹം ഒന്നിച്ച് പ്രതിരോധിക്കേണ്ട ഒരു സ്ഥാനത്തെ പുരോഗമനത്തിന്റെ മേൽപ്പൊടി കൊണ്ടുകൊണ്ട് ഇവിടെ പറയാ, അതിന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കണം ഇവരുടെയൊക്കെ പുരോഗമനം എവിടെ എത്തി എന്നുള്ളത്. അങ്ങനെ പുരോഗമിച്ച വേറൊരാള് പറഞ്ഞു, ഇസ്ലാമിക രാജ്യത്ത് എന്തുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് കുറവാണ് എന്നതിന് പുരോഗമിച്ച വേറൊരു മനുഷ്യൻ വേറൊരു കണ്ടെത്തൽ നടത്തിയിരുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറയുന്നത് മതവിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല അവിടെ വിഷയം. ഇപ്പൊ സിറിയയിലോ ഇറാഖിലോ ഒക്കെ ആത്മഹത്യ നിരക്ക് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന്റെ കാരണം അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ ഒന്നും അവർ ഓടി രക്ഷപ്പെടുകയായിരിക്കും അവിടെ. അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ അവർ
പണി തീരുന്നതായിരിക്കും. അതായിരിക്കും ഒരു അറിയിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനും സംഘർഷവും അനുഭവിക്കുന്ന ജനങ്ങളാണ് അത്തരം രാജ്യങ്ങളിലുള്ളത്. അവർ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർ നിസ്സഹായരായിരിക്കും അവർ പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആത്മഹത്യയുടെ കാരണം മതവും അല്ലെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും, അഥവാ ടെൻഷൻ അടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ മറന്നു പോണ സാധുക്കളാണ് സിറിയയിലും അവിടൊക്കെയുള്ള ആളുകൾ. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യണില്ല? അവർക്ക് ടെൻഷൻ അടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോലുള്ള കരുത്തില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതിരിക്കുക. ഇതാണ് ഇദ്ദേഹം കണ്ടെത്തിയ ഭയം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് അവൈലബിൾ ആയ ഡാറ്റകൾ വെച്ച് സംസാരിക്കാവുന്ന ഒരു കൃത്രിമത്വമല്ല. ഇന്ന് അവൈലബിൾ ആയ ഡാറ്റകൾ വെച്ച് അവരവരുടെ ബുദ്ധിയിലൂടെ ചിന്തിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുമ്പം ഇതാണ് അവസ്ഥയെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പേയുള്ള ടെക്സ്റ്റുകൾ വായിച്ച് അവരവരുടെ മസ്തിഷ്കത്തിലൂടെ ഫിൽട്ടർ ചെയ്ത് പുറത്തു വരുമ്പോൾ വമ്പൻ അബദ്ധങ്ങൾ സംഭവിക്കും. ആ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണ് കേടായതുകൊണ്ടാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നിങ്ങളുടെ വെമ്പലാണ് എന്നതിന് ഇതിനേക്കാൾ വളരെ സിമ്പൽ വേണ്ട. ഇനി ഇവർ ഉന്നയിക്കുന്ന A to Z എല്ലാ ഇസ്ലാമിക വിമർശനങ്ങളും ഇതിന്റെ കീഴ്പ്പെട്ടേക്ക് ഇതേ ട്രാക്കിൽ വെക്കാൻ കഴിയുന്ന ഐറ്റങ്ങളാണ് എന്നർത്ഥം. ഇവരുടെ ആശയ ദാരിദ്ര്യമാണ്, ഇവരുടെ അടിസ്ഥാനങ്ങളിലെ പാപ്പരത്വമാണ് ഈ കാര്യം ബോധ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന ടീം പറയുന്ന കാര്യങ്ങളാണ് ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല, ആരോടും ഒരു പ്രതിബദ്ധതയും ആവശ്യമില്ല, നന്ദിയോ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്തിനാ നന്ദിയൊക്കെ? ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ മൂല്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഒരു സ്വതന്ത്ര ലോകം നമുക്ക് സ്വപ്നം കാണാം എന്ന് പറയുന്ന ടീം. എന്നാൽ ഇവർക്ക് ഈ കൂട്ടത്തിൽ കഞ്ചാവ് വേണ്ടി വരും. കഞ്ചാവ് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന ആളുകളായിരിക്കും. അതാണ് ഒരു വൈരുദ്ധ്യം. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സ്വന്തം ആശയ അടിത്തറയുടെ ഒരു പാപ്പരത്തെ നമ്മളെ ബോധ്യപ്പെടുത്താണ് ഈ ടീം ചെയ്യുന്നത്. ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ വിശ്വാസം അനുസരിക്കുന്ന മക്കളാണ് അവനുള്ളതെങ്കിൽ അവനൊരിക്കലും അവൻ്റെ ഒരു പ്രായമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആശങ്ക അവൻ്റെ മനസ്സിലുണ്ടാവില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായമായ ജീവിതത്തെക്കുറിച്ച് വലിയ ആശങ്കകളാണുള്ളത്. അതെന്താവും, ഞാൻ എവിടെയാകും എന്ന തോന്നൽ, എന്നിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവർ ഏറ്റവും അവസാനം കോഴിക്കോട് വെച്ച് ഇവരൊരു പ്രോഗ്രാം നടന്നിരുന്നു. അതിൽ പറഞ്ഞ കാര്യം കേട്ടു നോക്കാം നമുക്ക്. അവിടെയാണ് നമുക്ക് ഈ സംവിധാനം ഉണ്ടാകേണ്ടത്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ എല്ലാം കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തട്ടാനല്ല, അതിനുള്ള സംവിധാനങ്ങളും ഇന്ന് നമുക്കില്ല. എനിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കാൻ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വാർദ്ധക്യം ആസ്വദിച്ച് ജീവിക്കാൻ, ആഹ്ലാദമായി ജീവിക്കാൻ ഉള്ള ഇടങ്ങൾ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് മാറണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. സീനിയേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഏത് സമൂഹത്തിലും അത് സ്റ്റേറ്റിന്റെ ധർമ്മമാണ്. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു പക്ഷേ സ്റ്റേറ്റിന് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി പ്രൈവറ്റ് സെക്ടറിലും കോപ്പറേറ്റീവ് സെക്ടറിലുമെല്ലാം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും നമ്മുടെ ഓരോ നഗരങ്ങളിലും ഇതുപോലുള്ള സീനിയർ കെയർ ലീവിംഗ് സെന്റേഴ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ വാർദ്ധക്യമെങ്കിലും ആഹ്ലാദമായി ജീവിക്കാം. ഈ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാചകം മനസ്സിലേറ്റിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കൾ അവർ പൊന്നുപോലെ നോക്കും. അവരുടെ ജീവിതാവസാന കാലഘട്ടത്തിൽ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ മാതാപിതാക്കളെ നോക്കുള്ളൂ. പക്ഷേ ധാർമ്മികതയില്ല, അടിസ്ഥാനമല്ല, പ്രമാണമല്ല, ഒന്നുമില്ല, തോന്നിയതുപോലെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇതൊക്കെ തന്നെ പറയാൻ കഴിയുള്ളൂ. എന്നിട്ട് മതം ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ അത് പണ്ട് കാലത്ത് കുറെ മുമ്പ് മത നിയമങ്ങളൊന്നും ഇല്ലാത്തവർക്കായിരുന്നു മതം. ഇന്ന് പരിഷ്കരിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് മതം എന്തിനാണ് എന്ന് നായികക്ക് 40 വട്ടം ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നു, മതം എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളെ പരിലാളിക്കാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് ധാർമ്മിക ബോധം കൊടുക്കാനാണ് മതം. അത് മതത്തിനേ കഴിയൂ എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ സുഹൃത്തുക്കൾ ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇവരാണ് പ്രതികൾ. ഇവിടെ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് 10ഉം 12ഉം വയസ്സിലെത്തിയ കുട്ടികൾ പറയുന്നതിന്റെ ആ ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കിയതിന്റെ പ്രതികൾ ഇവരാണ്. അങ്ങനെ ചോദിപ്പിക്കുന്നത് ഇവരാണ്. കുട്ടികളുടെ ആത്മഹത്യാ നിരക്കിനെ കുറിച്ച് നമ്മൾ വളരെ ടെൻസ്ഡ് ആണ്. ഭരണകൂടം ഒന്നാകെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആത്മഹത്യയിലെ മാനസികാവസ്ഥയിലേക്ക് ആളുകളെ തള്ളിവിടുന്ന പ്രതികൾ ഇവരാണ്. MDMA അടക്കമുള്ള ലഹരി ആസ്വാദനങ്ങൾ ജീവിതത്തിന്റെ ഒരു സന്തോഷത്തിന് ചെയ്യൂ, അതാണ് പുരോഗമനമെന്ന് പഠിപ്പിക്കുന്ന ഇവരാണ് അതിന്റെ പ്രതികൾ. അബോർഷൻ അടക്കമുള്ള നീചകൃത്യങ്ങൾ, മനുഷ്യനെ കൊല്ലുന്ന വൃത്തികേടുകൾക്ക് മനുഷ്യന്റെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുന്ന, പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന പ്രതികൾ ഇവരാണ്.
അവരെ നമ്മൾ തിരിച്ചറിയുക, സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകളിൽ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയും തെറ്റും തീരുമാനിക്കാൻ ആർക്ക് സാധിക്കുമെന്ന ചോദ്യത്തിന് അവർക്കൊരിക്കലും ഉത്തരമില്ല. കാലങ്ങളായി ചില വ്യക്തികൾ ശരിതെറ്റുകളെ നിർവചിച്ചു, പക്ഷേ അതൊക്കെ പരാജയമായിരുന്നു. തിരിച്ചു ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുണ്ടാക്കിയ അടിസ്ഥാനങ്ങളൊന്നും ശരിയാവില്ല. കോൺസ്റ്റിറ്റ്യൂഷന് കഴിയോ നന്മയും തിന്മയും തീരുമാനിക്കാൻ? കഴിയൂല, ഒരിക്കലും കഴിയില്ല. അത് രാജ്യാതിർത്തികളുടെ വ്യത്യാസത്തിനനുസരിച്ച് നിയമങ്ങൾ മാറി വരികയാണ്, അല്ലെ? വ്യക്തികൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല, കൂട്ടമായ ആളുകൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇത് പ്രപഞ്ചത്തിന് അപ്പുറത്ത് നിന്ന്, പ്രപഞ്ചത്തിന്റെ യാതൊരു സ്വാധീനവുമില്ലാതെ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ശരിയും തെറ്റും പറയാൻ കഴിയുക. ആ ഒരു മിനിമം യുക്തിയിലേക്ക്, ആ ഒരു മിനിമം വിവരത്തിലേക്ക് ഇവർ മടങ്ങി വന്നെങ്കിൽ മാത്രമേ കാലം ശരിയായ രൂപത്തിൽ സഞ്ചരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം തോന്നിയാസങ്ങൾക്ക് അടിസ്ഥാനം പാക്കി കൊടുക്കുന്ന ആളുകളായി, ജീവിതാവസാനത്തിൽ ഒരു സന്തോഷവുമില്ലാത്തവരായി, ജീവിതം ആത്മഹത്യ, അത് ഞാൻ എന്നെ തന്നെ കൊന്നുകളയുക എന്ന അവസ്ഥയിലേക്ക് പോകേണ്ട നിരാശയിലേക്കാണ് ഇവരെത്തിപ്പെടുക എന്ന് ഗൗരവപൂർവ്വം ഈ സെഷൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പ്രൊഫഷണലുകളെ, ഇവിടെ പറഞ്ഞു വെച്ചത് ദീനിൽ യാതൊരു കോംപ്രമൈസും വരുത്താതെ ദീനി പ്രമാണമായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അഭിമാനബോധത്തോടു കൂടി, ഇസ്സത്തോടു കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതിൽ നമ്മൾ കോംപ്രമൈസ് വരുത്തുന്നതോടുകൂടി ദീൻ നേർപ്പിച്ച് അതില്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. പലപ്പോഴും ഇത്തരം ആളുകൾ പറയാറുള്ള ഒരു ആരോപണം, ഇസ്ലാം തീർന്നു. പണ്ട് കാലം മുതൽ പ്രവാചകൻ അബ്തറായിരുന്നു, വാലറ്റവനായിരുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്റെ ഓരോ യുദ്ധങ്ങൾ നടന്ന സമയത്ത് ബദറോടുകൂടി ഇസ്ലാം തീർന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ ഓരോ കാലക്രമേണ പിന്നെ കുരിശുദ്ധങ്ങൾ നടന്ന സമയത്ത്, ചെങ്കിസ് ഖാന്റെ പടയോട്ടങ്ങളുടെ സമയത്ത് ഇസ്ലാം അവസാനിച്ചു. ഏറ്റവും ഒടുവിൽ ശാസ്ത്രം വികസിച്ച സമയത്ത് ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാം ഇസ്ലാം തീർന്നു എന്ന് പറഞ്ഞ സമയത്തും ഇസ്ലാം പ്രോജ്വലിച്ച് നിന്നിട്ടേ ഉള്ളൂ. ഇന്നും അത് ഇസ്ലാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളും ആ യാത്രയിൽ ഇസ്സത്തോടു കൂടി അഭിമാനബോധമുള്ള മുസ്ലിം ആയിക്കൊണ്ട് മാറുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.